ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു നെയ്ച്ചോറ് റെസിപ്പി കാണിച്ചു തരാം. ഞാനിതൊരു ഇത്താടെ റെസിപ്പി നോക്കി ചെയ്തായിരുന്നു പണ്ടേ മുതൽ. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതിലേക്ക് ഒരു ജാറിലേക്ക് ഇത്തിരി ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, 3 ഏലക്ക, 2 പട്ട കഷ്ണം, പിന്നെ ഗ്രാമ്പു, പിന്നെ ഇച്ചിരി പെരുംജീരകവും നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തു. ഒരുപാട് അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചതച്ച് ക്രഷ് ചെയ്തെടുത്താൽ മതിയോ. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു അര സവോള, പിന്നെ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ ബേ ലീഫും, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യും നിങ്ങൾക്ക് ഒരുപാട് വേണമെങ്കിൽ ഒരു 3 സ്പൂണൊക്കെ ഇട്ടോ, അതിൽ കൂടണ്ട. ഒരു 2 സ്പൂൺ നിറച്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കാം, പക്ഷേ ഓയിൽ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെ എടുത്തേക്കണം. ഇതിലേക്ക് ഇനി ഒരു സവോള നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഇത് അവസാനം നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മേലെ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ സവോള. ഇതിനപ്പോൾ ഒരു സവോള മതിയാവും. ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ അത്രയും ചെയ്യാം, പക്ഷേ ഈ ഒരു സവോള തന്നെ അത്യാവശ്യം ഉണ്ടാവും. ഇത് ഒരുപാട് കരിഞ്ഞു പോകണ്ട, ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ കോരിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി കാഷ്നട്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് മുന്തിരി വേണമെങ്കിൽ മുന്തിരി ഇടാം. മുന്തിരി ഇട്ടാലും നല്ല രസമായിരിക്കും. നെയ്ച്ചോറിൽ മധുരം കടിക്കുന്ന ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ അത് ഇടാം കേട്ടോ. ഞാനിവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ അതും കോരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി മല്ലിയിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ലാസ്റ്റ് ഇനി അതിൻ്റെ മേലെ ഇടാൻ. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേ പാനിലേക്ക് ഈ ഒരു അര സവാള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം ഈ സാധനം വഴലണ്ട, ഒന്ന് ഒരു 2-3 മിനിറ്റ് അതിലൊന്ന് കിടന്നൊന്ന് വഴണ്ടാൽ മതിയാവും. അത്ര തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് മാറ്റി വെച്ച ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ പച്ച സ്മെല്ലൊന്ന് പോകണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 3 മിനിറ്റൊക്കെ തന്നെ മതിയാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഈ സമയത്തൊന്ന് ഇട്ട് കൊടുക്കുക. ക്യാരറ്റും ഒരുപാട് വെന്ത് പോകണ്ട, അതുകൊണ്ട് ഈ സമയത്ത് ഇട്ടാൽ മതിയാവും. പിന്നെ ഇതിലേക്ക് ആ കറിവേപ്പിലയും പിന്നെ ആ 2 ബേ ലീഫും ഈ നേരത്തൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് 2 മിനിറ്റ് അവിടെ വയ്ക്കുക. ഇനി ആ നേരത്ത് ഞാൻ 4 കപ്പ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ജീരശാല അരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം. അതിലേക്ക് 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു കപ്പിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിക്കാണ് എടുത്തേക്കണത്. ഇനി ഒരുപാട് നിങ്ങൾക്ക് വേവണ്ട, കുറച്ച് മണിയായിട്ട് കിടക്കണ പോലെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടും, എന്നാൽ ഒട്ടി പിടിച്ച് കുഴഞ്ഞൊന്നും പോവില്ല. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇത് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അരി ഏകദേശം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായി. അതൊന്ന് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും വെള്ളം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്ലെയിം ഹൈ ആക്കി വെച്ച് നന്നായിട്ടൊന്ന് തിള വരണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വയ്ക്കുക. അപ്പോഴത്തേക്കും റൈസ് നന്നായിട്ടൊന്ന് തിള വരും. അത്യാവശ്യം ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളയ്ക്കാൻ വിടണം. ഈ അരി ഇതിലിട്ടിട്ട് ഓപ്പൺ ആക്കി വെച്ച് തന്നെ തിളയ്ക്കാൻ വയ്ക്കുക. അതിന് ശേഷം ഒന്ന് തീ നല്ല ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ മൂടി വെച്ച് ഒരു 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ, കറക്റ്റ് 15 മിനിറ്റിൽ തന്നെ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ടായി. അതിന് കൂടുതൽ വയ്ക്കേണ്ട, ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടാവും. 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് തുറന്നിക്കുമ്പോൾ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടിയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒരു കപ്പിന് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല വേവിൽ തന്നെ അരി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടോപ്പിങ്സ് എല്ലാവരും നമുക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഉള്ളിയും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി മുന്തിരി ഇഷ്ടമാണെങ്കിൽ മുന്തിരിയും നെയ്യിൽ വറുത്ത് കോരി ഇതേപോലെ മേലെ ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയില ഇട്ടാൽ മതി. മല്ലിയില ചിലവർക്ക് ഇഷ്ടമല്ല നെയ്ച്ചോറിൽ, അപ്പോൾ മല്ലിയില ഇഷ്ടമല്ലെങ്കിൽ മല്ലിയില ഇടണ്ട. ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റോ നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക. അതിന് ശേഷം ഇതെടുത്ത് തുറന്ന് സെർവ് ചെയ്യാവുന്ന കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് വരും. ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിലും ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ പറയണേ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ആൻഡ് ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് എന്നെ ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.